പാട്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചുവെന്ന് വേടനെതിരെ പരാതി. പാലക്കാട് ബി നഗരസഭാ കൗൺസിലറായ മിനി കൃഷ്ണകുമാറാണ് NIAക്ക് പരാതി നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ കപട ദേശീയവാദി എന്ന് വിശേഷിപ്പിച്ചുവെന്നും ഇത് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ബി കൗൺസിലർ പരാതി നൽകിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കപട ദേശീയവാദി എന്നാണ് റാപ്പർ വേടൻ തന്റെ മ്യൂസിക് നൈറ്റിലൂടെ പറഞ്ഞിട്ടിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഊരുചുറ്റി, വാളെടുത്തവൻ എന്നിങ്ങനെ പ്രധാനമന്ത്രിയുടെ പേര് എടുത്തു പറഞ്ഞാണ് വേടൻ ഗാനം ആലപിച്ചിരിക്കുന്നത്. കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ്. അങ്ങനെയുള്ള ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ഇക്കാര്യങ്ങൾ പറയുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് തിരുത്തുക തന്നെ ചെയ്യണം. ഇത്തരം മോശമായ സന്ദേശങ്ങൾ പുതുതലമുറയിലേക്ക് പകർന്നു വിടുന്നത് തെറ്റായ കാര്യമാണ് എന്നാണ് മിനി കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം വേടന്റെ 5 വർഷം മുമ്പുള്ള പരിപാടിയെ കുറിച്ചാണ് ഇപ്പോൾ ഈ BJP നേതാവ് പരാതി നൽകിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപുള്ള CAA NRC പ്രക്ഷോഭ സമയത്തായിരുന്നു വേടൻ ഈ പാട്ട് ആലപിച്ചിട്ടുണ്ടായിരുന്നത്. കപടദേശവാദി നാട്ടിൽ മതജാതി വ്യാധി, തലവിനില്ല ആദി, നാട് ചുറ്റിടാൻ നിന്റെ നികുതി, വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി എന്നിങ്ങനെയായിരുന്നു വേടന്റെ പാട്ടിന്റെ വരികൾ. ഈ പാട്ട് വേടൻ ഊരാളി ബ്രാൻഡിന്റെ ഒരു പ്രോഗ്രാമിനിടെ ആലപിച്ച ഗാനമായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ BJP നേതാവ് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജനം TV ഈ പരിപാടിക്കെതിരെ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയെ അപമാനിച്ച് പാട്ട് പാടിയിട്ടും ഈ സംഭവത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നായിരുന്നു ജനം TVയുടെ റിപ്പോർട്ട് തന്നെ. കൂടാതെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അപമാനിച്ചിട്ടും ഈ പാട്ട് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നും ജനം TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേടനെ വിമർശിച്ച് കേസരി പത്രാധിപർ NR മധുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടും പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയ വേടനെതിരെ കേസ് എടുത്തിട്ടില്ല എന്നതായിരുന്നു ജനം TVയുടെ പ്രധാന പരാതി. വേടൻ മതമൗലികവാദികളുടെ ടൂൾ ആണെന്നായിരുന്നു NR മധു പറഞ്ഞത്. അത് ശരിവെക്കുന്നതാണ് വേടനെതിരെ ഇപ്പോൾ ഉയർന്ന വിമർശനങ്ങൾ എന്നും ജനം TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം റാപ്പർ വേടനെ അധിക്ഷേപിച്ച് ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയ്ക്കെതിരെ വലത് രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുകയാണ്. വേടനെ അധിക്ഷേപിക്കാൻ ശശികല ഉപയോഗിച്ച വാക്ക് വളരെ മോശമാണ് എന്നും അത് പിൻവലിക്കണമെന്നും രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുകയാണ്. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് വേടനെതിരെ പ്രയോഗിച്ച വാക്ക് പിൻവലിക്കണമെന്ന് രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം അസഭ്യവും ആഭാസവും പറയുന്നത് നമുക്ക് ചേരുന്നതാണോ എന്ന് ശശികല ചിന്തിക്കണമെന്നും അമ്മയുടെ പ്രായത്തിലുള്ള ഒരു സ്ത്രീ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് സമൂഹത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുകയാണ്.